ഞാൻ സഞ്ജു വി സാമുവൽ, ഈ സിനിമയുടെ ഡയറക്ടറാണ്. എൻ്റെ സ്വദേശം ചീമേനി, പയ്യന്നൂർ, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്താണ്. യെസ്, മാരീഡാണ്. അഞ്ജന. ഓക്കെ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ മൂവി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഓം ശാന്തി ഓശാനയായിരുന്നു. അതിൻ്റെ ഡയറക്ടർ എൻ്റെ ഗുരു ജു ആൻ്റണി ജോസഫ് സാർ ഇവിടെ ഉണ്ട്. പിന്നെ അടുത്ത സിനിമ സെക്കൻഡ് ക്ലാസ് യാത്രയായിരുന്നു. അതിനുശേഷം അമർ അക്ബർ അന്തോണി. ഈ 3 സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൊഡ്യൂസറാണ്. അത് ആൽവിൻ ആൻ്റണി ആണ്. അദ്ദേഹം അനന്യ ഫിലിംസിൻ്റെ ബാനറായിരുന്നു. ശേഷം ഞാൻ ആദ്യമായി ചെയ്യുന്ന സിനിമ കപ്പ്. അതിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ ഒരു സിനിമയിലേക്ക് ഒരു പ്രൊഡ്യൂസറും കൂടെ വരികയാണ്. അതായത് ആൽവിൻ ആൻ്റണി സാറിൻ്റെ വൈഫ് ഏഞ്ചലീന മേരി. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ നിങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് സന്തോഷം എല്ലാവരും കൂടെ ഒത്തുകൂടി വന്നതിൽ. ഈ ഒരു ഔപചാരികമായി എല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ ഏഞ്ചലീന മേരി ചേച്ചി മാഡമാണ്. അതേപോലെ നെക്സ്റ്റ് എൻ്റെ സിനിമാറ്റോഗ്രാഫർ നിഖിൽ എസ് പ്രവീൺ, ഡയറക്ടറും റൈറ്ററും എൻ്റെ ഗുരുവായിട്ടുള്ള ജൂഡ് ആൻ്റണി ജോസഫ് സാർ, അനിക സുരേന്ദ്രൻ, അതുപോലെ നമിത പ്രമോദ് ആൻഡ് ആനന്ദ് റോഷൻ. ഇവരാണിപ്പോൾ വേദിയിലുള്ളത്. ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്യു തോമസ് ആണ്. മാത്യു മറ്റൊരു സിനിമയുടെ ഷൂട്ടിലായതുകൊണ്ട് ഇന്നിവിടെ എത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ബേസിൽ ജോസഫാണ്. അദ്ദേഹം ഷൂട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ജൂഡ് സാറും ഈ സിനിമയിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഒരു പേഴ്സണൽ ഒരു സാറ് വേണം കൂടെ എന്നുള്ള എൻ്റെ ഒരു തീരുമാനത്തിൽ വന്ന് ചെയ്തതാണ്. പിന്നെ ശിഷ്യൻ്റെ ഒരു സിനിമ വരുന്നു. അതിൻ്റെ ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ കൂടിയാണ് വന്നിരിക്കുന്നത്. ഇത് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യം ചേച്ചി എല്ലാവരും ഒന്ന് വെൽക്കം ചെയ്തൊരു പ്രൊഡ്യൂസർ നൽകി. എല്ലാവരും ഒത്തുചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ ഒരു ചെറിയ പഠനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിൽ ആത്മാർത്ഥമായി ഞങ്ങൾ എല്ലാവരും നന്നായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പുതിയ ഡയറക്ടർ ഒത്തിരി പുതുമകൾ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ അങ്ങനെ അവർ വലിയൊരു നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കും. എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ജസ്റ്റ് ഇന്റർവ്യൂവിൽ സംസാരിച്ചപ്പോൾ. നമസ്കാരം, എൻ്റെ പേര് നിഖിലാണ്. ഞാൻ സിനിമോഗ്രാഫറാണ്. എനിക്ക് തോന്നുന്നത് 2011 തൊട്ടുള്ളൊരു പരിചയമാണ് സഞ്ജുവായിട്ട്. സഞ്ജു നിങ്ങളിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ കൊച്ചി മീഡിയ സ്കൂളിലായിരുന്നു. അന്നോട്ടുള്ളൊരു പരിചയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 27 റിലീസ് ചെയ്യുന്ന കപ്പ് എന്ന സിനിമയിൽ ഇവരെ എത്തി നിൽക്കുന്നത്. നല്ല അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. അതിനുശേഷം ഒന്നിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് കപ്പ് എന്നുള്ള സിനിമ യഥാർത്ഥമായി ചെയ്തിരിക്കുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സഞ്ജു പറഞ്ഞ പോലെ ഞാനൊരു ഗുരുവൊന്നുമല്ല. എൻ്റെ 4 സിനിമകളിൽ വർക്ക് ചെയ്ത് ഒറ്റ ഡയറക്ടറും പിന്നെ രണ്ടാമതിലൂടെ വർക്ക് ചെയ്യിക്കാറില്ല. അങ്ങനെ ഒരു ടീമായിട്ടൊന്നും വെക്കാറില്ല. അതുകൊണ്ട് എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സഞ്ജുവിൻ്റെ ആദ്യ സിനിമയാണ്. അപ്പോൾ സഞ്ജുവിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വേണം ഒരു പടത്തിൽ ചെറിയ വേഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2012 ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ചെന്ന് അഭിനയിച്ചിട്ടുണ്ട്. കണ്ടറിയണം എങ്ങനെയുണ്ടെന്ന്. പടം ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ഈ പടം ഹിറ്റായാലും എല്ലാ ക്രെഡിറ്റും അവൻ. പടം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പ്രശ്നമാവുന്ന തന്നെയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സഞ്ജു. കാരണം സഞ്ജു എൻ്റെ പടത്തിൽ വരുമ്പോൾ ഓം ശാന്തി ഓശാനിൽ ആദ്യം ക്ലാപ്പ് ചെയ്തിരുന്നത് വേറൊരാളായിരുന്നു. അപ്പോൾ ഒരു മടിയനായിരുന്നു പുള്ളി. എനിക്ക് കാലിൽ നീരാണെന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ മുങ്ങി. പടം തുടങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മുങ്ങി. അപ്പോൾ അങ്ങനെയാണ് വേറൊരാൾ പറഞ്ഞിട്ടാണ് സഞ്ജു വരുന്ന പടത്തിൽ. പക്ഷെ സഞ്ജു വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്നൊരു ആളാണ്. സിനിമയോടൊക്കെ വളരെ പാഷനുള്ള ഒരാളാണ്. അപ്പോൾ ആ തരത്തിൽ സഞ്ജു ഉടനെ തന്നെ സിനിമ ചെയ്യുമ്പോൾ എനിക്കറിയാവുന്ന എല്ലാ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന
ADസിൻ്റെ അടുത്ത് ഞാൻ പറയാറുള്ള ഒരു കാര്യമുള്ളൂ, 3 സിനിമയ്ക്കുള്ള അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തത്, അതിന് മുമ്പ് പടം ചെയ്തോളാം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ കറക്റ്റായിട്ട് 3 സിനിമയൊക്കെ നിർത്തി അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ നിർത്തുകയാണ്, എൻ്റെ 3 പടമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവൻ ചെയ്തു. എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിൻ്റെയും പ്രൊഡ്യൂസർ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ആലഞ്ചുണ്ട്, ചേച്ചിയുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനൊരു നമ്മുടെ സ്വന്തം ആളുകൾ എന്ന് പറയാവുന്ന ഒരു, പിന്നെ മാത്യു, ബേസിൽ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. ബാക്കി നമുക്ക് വഴി സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. കപ്പെന്നുള്ള സിനിമയിൽ ഞാനും ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ചേട്ടനെന്ന കഥ പറഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടമായി. ആൻഡ് അതിൻ്റെ കൂടെ ലീനാൻറ്റിയായിട്ടും ആൻറ്റിനായിട്ടുമായിട്ടും ഫാമിലിയായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളതാണ്. സോ ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്തിട്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സോറി, ഇച്ചിരി ഫീവർ ഉണ്ട്, കോഫി ഉണ്ട്. പക്ഷേ എൻ്റെ പേര് റിയ. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ഫസ്റ്റ് ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഫസ്റ്റ് ഫിലിം ആക്ട്രസ്. സഞ്ജു ചേട്ടനാണ് ഡയറക്ടർ. എനിക്ക് ആക്ച്വലി ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആൽവിൻ ആൻ്റണി അങ്കിൾ കൂടെയാണ്. അവരെൻ്റെ ഫാമിലി ഫ്രണ്ട്സാണ്. സോ അതുവഴി എനിക്ക് ഓഡിഷന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ഉടനെ അതെടുത്തു. ആൻഡ് എനിക്ക് അതിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഈ കപ്പ് എന്ന് പറഞ്ഞ സിനിമ സെപ്റ്റംബർ 27 റിലീസാകുമ്പോഴാണ്. 2 ദിവസം കൂടെ ഉള്ളൂ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല റിപ്പോർട്ട് വരണമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ താങ്ക് യു. ഒരു സന്തോഷം കൂടെ ഉള്ളത് റിയയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോ ഹാപ്പി ബർത്ത്ഡേ റിയ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് പ്രസ് മീറ്റിലിരിക്കുന്നത്. കപ്പ് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടൊരു മൂവിയാണ്. കാരണം ഇതുവരെ എൻ്റെ കരിയറിൽ ഞാനൊരു സ്പോർട്സ് ഡ്രാമ ചെയ്തിട്ടില്ല. എനിക്ക് സഞ്ജുവിനെ കുറേ വർഷങ്ങളായിട്ട് അറിയാം. അതുപോലെ അനന്യ ഫിലിംസ്, ലീനാൻറ്റിയും ആൻറ്റണിയും ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. ഒരുമിച്ച് ഇതിന് മുന്നേയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കഥയുണ്ട് എന്ന് ലീനാൻറ്റി ആൻറ്റണിയും വിളിച്ചു പറഞ്ഞു, ഒന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കുറേ വർഷത്തിന് ശേഷം സഞ്ജു എൻ്റെ അടുത്ത് ഈ കഥ നറേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. നമ്മളെല്ലാവരും, എനിക്ക് ചൂടായിരുന്നു, എനിക്കും റിയയ്ക്കായിട്ടായിരുന്നു, മാത്യു ആയിട്ടായിരുന്നു കോമ്പിനേഷൻ. ആദ്യമായിട്ടാണ് ഞാനൊരു കോച്ചായിട്ട് അഭിനയിക്കുന്നത്. സ്പോർട്സ് ഓബ്വിയസ്ലി ആദ്യമായിട്ടാണ് ഒരു കോച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങളൊരുമിച്ച് വർക്കിംഗ് വിത്ത് ഓൾ ഓഫ് ദം. ആൻഡ് ഐ ഹോപ്പ് നന്നായിട്ട് സിനിമ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് 27 സിനിമയാണ്. നമസ്കാരം. നമ്മൾ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു പ്രസ് മീറ്റ് ആദ്യമായിട്ടാണ്. സഞ്ജുവായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കപ്പിലേക്ക് ഞാൻ എത്തിച്ചത്. അപ്പോൾ എന്തായാലും അതിനായിട്ട് ഇതുവരെ അതിന് നന്ദിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഒരു ഒഫീഷ്യലി നന്ദി അറിയിക്കുന്നു. ആൽവിൻ സാറിനായാലും ചേച്ചിക്കായാലും നമ്മളിവിടെ കപ്പിൻ്റെ ഭാഗമാക്കിയതിൽ. പിന്നെ കൂടുതൽ ഒന്നും ഇപ്പോൾ പറയാനില്ല. ഇതിൽ പ്രവീൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. മാത്യുവിൻ്റെ സിസ്റ്ററുടെ ഒരു കാമുകനായിട്ട് പേരായിട്ട് നന്നായിട്ട് വന്നിട്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി എന്തായാലും സിനിമ തിയേറ്ററിലെത്തി ഇതൊരു വലിയ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. 1-2 വാക്കുകൾ പറഞ്ഞോട്ടെ. മാത്യു തോമസ് ആണ് ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്. അതുപോലെ ബേസിൽ ജോസഫ്, കാർത്തിക് വിഷ്ണു, പിന്നെ ഇവിടെ മൃണാലിനി സൂസൻ ജോർജ്, പ്രവീൺ എന്ന ക്യാരക്ടർ ചെയ്യുന്ന ആളുടെ പേരായിട്ട് അഭിനയിക്കുന്നത്. ഈ ഒരു സിനിമ ഒരു ബാഡ്മിൻ്റൺ പശ്ചാത്തലത്തിലാണ് എന്ന് കരുതി ഒരു മുഴുവൻ ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ള രീതിയിലല്ല അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു വില്ലേജ് ബാഡ്മിൻ്റൺ എന്നുള്ള രീതിയിലൊക്കെ ആണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫാമിലിയുടെ ഒരു ഇമോഷൻസും റിലേഷൻ കണക്ഷൻ അതിൻ്റെയൊക്കെ ഒരു ഇമോഷൻ പറയുന്ന അത്തരത്തിലൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു സിനിമയുടെ കഥ പറയുന്നത്. പിന്നെ ഇടുക്കി അടിമാലി ആ ഒരു പ്രദേശത്ത് വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ പ്രദേശമാണ് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ സിനിമയുടെ പശ്ചാത്തലവും ഈ വെള്ളത്തൂവൽ എന്ന് പറയുന്ന നമ്മുടെ ബാഡ്മിൻ്റൺ ഫോക്ക് തൂവൽ കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ വെള്ളത്തൂവൽ എന്ന് പറയുന്ന സ്ഥലം പോലേക്ക് ചൂസ് ചെയ്തത്. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു സിനിമയാണ്. ഉച്ച കഴിഞ്ഞ നേരമായതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ ഞങ്ങളായാലും ഭയങ്കര ഡൗണായിട്ടിരിക്കുന്നു. ഇനി അതൊന്ന് മാറണം. സോ മീഡിയ നിങ്ങൾക്ക് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സമയത്തിലേക്ക് കിടക്കാം. താങ്ക് യു.
അൽഫോൺസ് പുത്രൻ, അൽഫോൺസ് ചേട്ടനാണ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നൊരു കാര്യമാണ്. ജസ്റ്റ് ഒരു സിനിമയുടെ പ്രസൻറ്റർ എന്നുള്ളൊരു പേര് ഇങ്ങനെ ഒരു ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്ന പോലെ അല്ല. ഈ സിനിമയുടെ തുടക്കം മുതൽ എനിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ക്യാരക്ടറുകൾ ആരെ കാസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതേപോലെ അതിനുശേഷം നമ്മൾ അന്നേരം പ്രസൻറ്റർ എന്നുള്ള രീതിയിൽ അങ്ങനെ വെക്കാമെന്ന് പരിഗണന ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് തോന്നിയപ്പോൾ ഈ സിനിമ കുറെ കൂടെ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനും ഒപ്പം ഈ അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്നത് ഈ കപ്പ് എന്ന് പറയുന്ന മൂവിയുടെ പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണിയുടെയും ഏഞ്ചലിന മേരി അവരുടെ മകളുടെ ഹസ്ബൻഡാണ്. സോ ആ ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. അങ്ങനെ ആ സിനിമയിലേക്ക് ഒന്നെന്ന് പറയാം. സിനിമ കുറച്ചൊന്ന് ലേറ്റായി. ഷൂട്ട് നമ്മൾ 2022 അത് എൻഡിലോടുകൂടെ ഷൂട്ട് പൂർത്തിയായിരുന്നു. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങാൻ ഇത്തിരി താമസിച്ചിരുന്നു. അത് സാങ്കേതിക കാരണങ്ങളാണ്. അതിനുശേഷം റിലീസ് ടൈമും അതേപോലെ ഒരു ചെറിയൊരു ഗ്യാപ്പാണ്. മൂവി കുറച്ച് മുമ്പ് എല്ലാം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ലൊരു സമയം റിലീസിന് വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പം ഓണം ആ ഒരു കാലത്ത് ഇറങ്ങേണ്ട തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് സിനിമയുടെ. അതുകൊണ്ട് ഈ ഒരു സമയം പിടിച്ചു. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ജാനുവരിയിലൊക്കെ ഇറങ്ങിയിരുന്നേനെ. സ്പോർട്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കാണുന്നു. എന്ത് ഡിഫറെന്റ് ആയിരിക്കും കപ്പ് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്? ആ ഒരു ചോദ്യം നേരിടേണ്ടത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതൊരു പക്ക ഒരു സ്പോർട്സ് ഡ്രാമയല്ല എന്ന് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതൊരു ഫാമിലിയുടെയും സൗഹൃദത്തിൻ്റെയൊക്കെ ഇമോഷൻ പറയുന്ന സിനിമ കൂടിയാണ്. അതിന് തന്നെയാണ് ഹൈലൈറ്റ്. അതിലൊരു പശ്ചാത്തലം ബാഡ്മിൻ്റൺ ആകുന്നു എന്നുള്ളതാണ്. അത് ഈ പറയുന്ന പോലെ ഒരു 16-17 വയസ്സുകാരനായിട്ടാണ് മാത്യു ആ സിനിമയുടെ തുടക്കം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ അവൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ബാഡ്മിൻ്റൺ പ്ലെയർ ആവുക, അതിൽ എസ്പെഷ്യലി ഇടുക്കി ഡിസ്ട്രിക്ട് വിന്നർ ആകുക, തുടർന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് നടക്കുന്ന സമയത്ത് അവനതിലേക്ക് ഒറ്റയ്ക്കൊന്നും നേടാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് അവൻ അതിനുവേണ്ടി തേടുന്ന വഴികളും ആ വഴികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. അതിനപ്പുറത്തൊരു ഒരു കണക്ഷൻ, ഫാമിലിയുടെ ഒരു കണക്ഷനെ കുറച്ചുകൂടെ ഒരു ആ ഒരു പിന്നെന്താ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ കുറെ കൂടെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ബാഡ്മിൻ്റൺ പഠിച്ചു. അത് ആക്ച്വലി ഞാൻ വിചാരിച്ചു എനിക്ക് അടിപൊളിയായിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റും. ഞാൻ നല്ല നാടൻ രീതിയിൽ ബാഡ്മിൻ്റൺ കളിക്കും. ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിക്കുമല്ലോ, അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന സഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം ട്രെയിനിങ് എടുക്കണം. അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കോച്ചുണ്ട്, അപ്പോൾ അക്കാഡമിയിലൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഉണ്ണി ഞങ്ങൾക്ക് കുറച്ച് ദിവസം ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ദിവസം മനസ്സിലായി ഞാൻ കളിച്ചിരുന്നത് മൊത്തം പൊട്ടത്തിട്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം അവിടെ നിന്ന് ഫ്രം ദി വെരി ബിഗിനിങ് ബാറ്റ് എങ്ങനെ പിടിക്കണം, ലൈക്ക് എങ്ങനെ സർവീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ടേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു തന്നു. അങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻസ്. എനിക്ക് തോന്നുന്നു ഒരു ബേസിക് ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ തരികയാണെങ്കിൽ ആക്ടേഴ്സിന് അത് ഭയങ്കര നല്ലതായിരിക്കും. ആ ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതെന്തായാലും വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണല്ലോ, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ സിനിമ അല്ല, ഞങ്ങൾക്കാണ് കോമ്പിനേഷൻ മൊത്തം. അപ്പോൾ അത് ആ ഫിലിമിൻ്റെ ഒരു ക്രൂഷ്യൽ പാർട്ടാണ്. സിനിമ റിലീസൊക്കെ നിങ്ങൾ പോയി കാണും, അപ്പോൾ മനസ്സിലാവും. മാത്യുവിൻ്റെ നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട്. റൊമാൻറ്റിക് വേഷങ്ങളുള്ള പലപ്പം തണ്ണീർമത്തം നിരങ്ങളായിരിക്കും, പ്രകാശം വർക്കിട്ടായിരിക്കും, ക്രിസ്ത്യൻ ശരി, ഒരു ടീനേജ് ബോയുടെ ലവ് സ്റ്റോറി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ട് ഈ സിനിമയിലെ സോങ്ങിലായാലും ശരി ട്രെയിലറിലായാലും നമ്മളൊരു വേറൊരു മാത്യുവിനെയാണ് കാണുന്നത്. അത് വേറെ കഥാപാത്രമാണ്. എത്രത്തോളം പാടായിരുന്നു അങ്ങനത്തെ കഥാപാത്രം മോൾഡ് ചെയ്യാൻ? യെസ്, അത്തരത്തിലൊരു കോംപ്ലിമെൻറ്റ് പറയുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ തുടക്കം മുതൽ മാത്യു അതിന് മുമ്പ് ചെയ്ത ഇപ്പം പറഞ്ഞ സിനിമകളിൽ ഈ റോം കോം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിപ്പം ബാഡ്മിൻ്റൻ്റെ കാര്യത്തിലായാലും മാത്യുവിന് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു 2 മന്തിൻ്റെ അടുത്ത് ഒരു ട്രെയിനിങ് മാത്യുവിന് കൊടുത്തിരുന്നു. അത് ഏറ്റവും നന്നായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അത് സിനിമയിലെ കളിയുടെ പോർഷൻ അങ്ങ്
ഭീകരമായിട്ടുള്ള സിനിമ അല്ലെങ്കിൽ പോലും അതിൽ അവൻ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മാത്യുവിന് തന്നെ പേഴ്സണലി ഒരുപക്ഷെ നിങ്ങൾ ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം ചില സിമിലാരിറ്റി ഈ ലവ് ട്രാക്കിൽ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ പറയുന്നതും ഒരു ലവ് ട്രാക്കിനപ്പുറത്ത് അവൻ്റെ ഒരു എയിം, പാഷന് സിനിമ അതാണ് പറയുന്നത്. ഒരുപക്ഷെ അതിലേക്ക് അവൻ കൂടുതൽ എയിം വെച്ചുകൊണ്ട് പെർഫോം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഡിഫറൻസ് ഫീൽ വന്നിട്ടുണ്ട്. നിങ്ങളത് എടുത്തു പറയുമ്പോൾ ഒരുപാട് സന്തോഷം. 27-ാം തീയതി മറ്റു ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ കട്ട പിടിക്കാനായിട്ട്. ഇപ്പൊ കുറച്ച് നേരത്തെ ഇറങ്ങിയതെങ്കിൽ ഒന്നുകൂടെ സേഫ് ആകുമായിരുന്നു തോന്നുന്നുണ്ടോ? അതിപ്പം ഓണത്തിന് ഇറക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതേപോലെ എനിക്കൊരു പേഴ്സണൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഈ കുറച്ചും കൂടെ വലിയ സിനിമകൾ ആ സമയത്ത് വരുന്നതുകൊണ്ട് തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു പോകണ്ട എന്നുള്ള തീരുമാനം കൊണ്ട് ഈ ഒരു സമയത്തേക്ക് മാറ്റിയതാണ്. അങ്ങനെയൊന്നുമില്ല, ഫാനിൽ നിന്നടിയെ മാറിയിട്ടൊന്നുമില്ല. ഞാൻ പ്രോജക്റ്റിലേക്ക് വന്നത് പറഞ്ഞ പോലെ ലീനാൻഡി മാനേജ്മെന്റ് വഴിയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഫാമിലി ആയിട്ട് we've known each other for a long time. അപ്പോൾ അങ്ങനെ സഞ്ജയ് ചേട്ടൻ വന്ന് പറഞ്ഞു കഥ, ഒരു ചെറിയ റോളാണെങ്കിലും ഒരു നൈസ് സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഇതിലേക്ക് വരുന്നത്. ആദ്യത്തെ സിനിമയാണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയുണ്ട് ഈ അനിയന്റെ കൂടി നമ്മളിന്റെ കൂടെ ചെയ്യുമ്പോ എങ്ങനെയുണ്ട്? കണ്ടൊക്കെ പിടിച്ചോ? പിടിച്ചിരിക്കാനൊക്കെ എനിക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് പണ്ടേ തൊട്ട് അനിക്കയെ നവി ചേച്ചീനെ അറിയാം. സോ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ സ്പേസും ഉണ്ടായിരുന്നു. സോ എനിക്ക് നമ്മൾ BTS ടൈമിലൊക്കെ നല്ല കുറച്ച് ഫണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ അഭിനയിക്കുമ്പോൾ നല്ലതായിട്ട് എനിക്ക് നല്ല സ്പേസ് തന്നു. സോ എനിക്ക് ഒരു ഫിയറോ ഒരു പേടിയോ ഒന്നുമില്ല. ഫസ്റ്റ് ടേക്ക് അങ്ങനെ ഒരു പേടി ഒന്നുമില്ല. എനിക്ക് ഒരു റീഅഷുറൻസ്, എനിക്കൊരു നല്ല സ്പേസ്, ഗുഡ് സ്പേസ് ഫോർ ഹെൽപ്പ് അങ്ങനെയായിരുന്നു. സോ അങ്ങനെ പിടിച്ചു നിൽക്കാൻ അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് വെരി ചിൽ. ഇപ്പം താങ്കളുടെ ശിഷ്യനായിരുന്നല്ലോ നമ്മുടെ ആ സമയത്ത് ലൊക്കേഷൻ അറിയാലോ, തിരക്കുകളായിരിക്കും, ദേഷ്യപ്പെടുകയും കുറേയൊക്കെ ചെയ്യണം. അതിന് എന്തെങ്കിലും പെർമിഷൻ ഉണ്ടായിരുന്നോ? ഞാനെങ്ങനെ തോന്നി എന്നെ വിളിച്ചപ്പോൾ സാർ വന്നേ പറ്റുള്ളൂ, ഒരു ചെറിയ വേഷം അഭിനയിക്കും. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, നിനക്ക് എന്നെ ലൊക്കേഷനിൽ ചീത്ത പറയാനുള്ളതാണെന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അവന് ഭയങ്കര കൂളായിരുന്നു. ഞാനും അങ്ങനെ വെറുതെ ഒന്നും ചീത്ത വരാറില്ല. കറക്റ്റ് ജോലി എടുക്കാത്തവർ മാത്രമേ ചീത്ത കേൾക്കാറുള്ളൂ. സഞ്ജു ചീത്ത കേട്ടിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, സഞ്ജുവും അങ്ങനെ നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് സമയത്ത് എല്ലാം തുടങ്ങും. ഷോർട്ട് ഡിവിഷൻ ആയാലും അവന് കൃത്യമായിട്ട് എല്ലാത്തിനെ കുറിച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ ക്ലൈമാക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഇന്നും പക്ഷെ വളരെ കൈയടക്കത്തോടെ തന്നെ സഞ്ജു എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നുകൊണ്ട് എനിക്ക് എൻ്റെ സീൻ മാത്രം അറിയാം ഈ സിനിമയെ കുറിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചില്ല എന്താ സംഭവിക്കുന്നത്. ഞാനവിടെ വരിക, അഭിനയിക്കാപ്പോൾ തന്നെ വണ്ടി കയറി പോകാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ സംസാരിച്ചപ്പോൾ മാത്യു ഉണ്ടായിരുന്നു, ഗുരു സോമസുന്ദരുണ്ടായിരുന്നു അന്ന് ലൊക്കേഷനിൽ. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ടായിരുന്നു. ഞാനും ഒരു കോച്ചായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷേ എനിക്കറിയില്ല എങ്ങനെ കളിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് പിള്ളേരൊക്കെ നല്ല രീതിയിലൊക്കെ പിന്നെ കളിക്കുന്നത് നല്ലൊരു ഇതായിരുന്നു. പക്ഷെ എൻ്റെ ടൈമിങ് മാറിപ്പോയി. ഞാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് വന്നത്, അതുകൊണ്ട് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും പല സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ വിജയിക്കും, അല്ലെ അത്രത്തോളം എഫേർട്ട് കിട്ടും. പക്ഷെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഏത് സിനിമ വിജയിക്കണം തോർക്കണം എന്നുള്ളത്. എന്നാൽ കൂടുതൽ പ്രൊമോഷൻസ് ചെയ്ത് ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്ന പല ചിത്രങ്ങളും വിജയിക്കുന്ന കാണാറില്ല. ഇപ്പൊ തന്നെ ഇപ്പോൾ ഓണത്തിനാണെങ്കിൽ പല ചിത്രങ്ങളും ഉണ്ടായിരുന്നു, അതിൽ വർഷോട്ടെ പോകുന്ന ചിത്രങ്ങളുണ്ട്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വലിയ വിജയം നേടിയ സിനിമകളും ഉണ്ട്. അപ്പോൾ ഒരു സിനിമയെ വിജയിപ്പിക്കാനായിട്ട് പ്രൊമോഷൻസ് എന്താ പറയുക വലിയൊരു ഘടകമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് പബ്ലിസിറ്റി തന്നെയാണ്. അല്ല, പ്രൊമോഷൻ വേണം. പക്ഷെ നമുക്കൊരു പ്രൊമോഷൻ കൊണ്ട് മാത്രം ഒരു നല്ല സിനിമ വിജയിക്കില്ല. ഒരു നല്ല സിനിമയാണെന്ന് അതിൻ്റെ കണ്ടന്റ് തന്നെയാണ് എല്ലാ കാലത്തും സംസാരിക്കുള്ളൂ. അല്ലെ നമ്മൾ വേറെ ആൾക്കാർ എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ പടം നല്ലതാണെങ്കിൽ എന്തായാലും ഓടും. എന്താ പറയുക, നമ്മുടെ സിനിമകളായിപ്പോലും നമ്മൾ ഫസ്റ്റ് ഡേ ഒത്തിരി ആൾക്കാർ പ്രതീക്ഷയൊക്കെ വരുന്ന സമയത്ത് ആരും ഉണ്ടാവാറില്ല തിയേറ്ററിൽ. പക്ഷേ ഒരു ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ഒരു നൂൺ ഷോ ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് ആൾക്കാർ പറഞ്ഞ് കേട്ട് അങ്ങനെ തന്നെയാണ് പടം ഹിറ്റാവുന്നത്. ഇപ്പോൾ എല്ലാ സിനിമകളും അങ്ങനെ, ഏത് വലിയ സിനിമ എടുത്താലും ചെറിയ സിനിമ എടുത്താലും കണ്ടന്റ് വളരെ നല്ലതാണെങ്കിൽ സിനിമ എന്തായാലും ഓടും. പിന്നെ പ്രൊമോഷൻ അതിനെ ഒന്ന് പുഷ് ചെയ്യും എന്ന് മാത്രം.
ഇപ്പം തമിഴ് ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങൾ നോക്കിയാൽ കുറച്ചുകൂടി ഡെപ്ത് ഉണ്ട്, നമ്മളിന്ന് ഓർത്ത് വെക്കുന്ന ടൈപ്പ് കഥാപാത്രങ്ങൾ. ഇപ്പം മലയാളത്തിൽ ചെയ്യുന്ന നല്ല കഥാപാത്രങ്ങളാണ് തീർച്ചയായും, പക്ഷേ ഇച്ചിരി കൂടെ ഡെപ്ത് ഉള്ള ഡീപ്പായിട്ടുള്ള കഥാപാത്രങ്ങൾ തമിഴ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം മലയാളത്തിൽ എന്തുകൊണ്ട് ഇതുപോലത്തെ കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല? കുറച്ച് അല്ലെങ്കിൽ ഈ സ്ഥിരം റൊമാൻറ്റിക് അല്ലാത്ത ടൈപ്പ് ഇച്ചിരി ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങൾ വന്നിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ? തമിഴിൽ അങ്ങനെ കിട്ടിയത് അത് മൈ ലക്കാണ്. നല്ല സ്ക്രിപ്റ്റ്സ് കിട്ടി, വലിയ വലിയ ആൾക്കാരോട് അഭിനയിക്കാൻ കിട്ടി. സോ ദാറ്റ്സ് ഓൾ പ്യുവർലി ലക്ക്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പക്ഷേ മലയാളത്തിൽ ഞാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈയിടെയായിട്ട് ഐ എം വെയിറ്റിംഗ് നല്ല സ്ക്രിപ്റ്റിന് വേണ്ടി. അങ്ങനെ നല്ലത് കിട്ടിയാൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സ്ക്രിപ്റ്റിന് അതിന് വേണ്ടിയിട്ട്. ഡയറക്ടറിനോടാണ് ഈ നമ്മൾ സ്പോർട്സ് ഇൻവോൾവ് ആയിട്ടുള്ളൊരു സിനിമയൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള സ്പോർട്സ് ഡ്രാമകൾ, ആളുകളുടെ സ്പോർട്സ് ജീവിതങ്ങളുണ്ടാവുമല്ലോ. അപ്പം ഉദാഹരണത്തിന് പി വി സിന്ധു ഒക്കെ അറൗണ്ട് 56 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് അവർ ഓരോ വട്ടവും ബാഡ്മിൻ്റൺ കോർട്ടിലേക്ക് പോയിരുന്നത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഫാമിലി അത്രയും ഇൻവോൾവ് ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള അങ്ങനത്തെ എന്തെങ്കിലും റിയൽ ലൈഫ് ഇൻസ്റ്റൻസുകൾ എടുത്തിട്ട് അങ്ങനെ ലെജൻസിൻ്റെ എന്തെങ്കിലും എടുത്തിട്ട് കപ്പൽ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ? മാത്യുവിൻ്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല. അത് ഇപ്പം ഇതിൻ്റെ റൈറ്റേഴ്സ് ഡെൻസൺ ഡ്യൂറോം ആൻഡ് അഖിലേഷ് ലതാരാജ്. അപ്പോൾ അവർ എല്ലാവരും ഷട്ടിൽ കളിക്കുന്ന ആൾക്കാർ, ബാഡ്മിൻ്റൺ കളിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ പറയുന്ന മെയിൻ പ്ലെയേഴ്സ് അല്ലാത്ത നമ്മളെപ്പോലുള്ള സാധാരണ കളിക്കുന്ന ആളുകളുടെ ഇൻസിഡൻസ് നമ്മൾ മാത്യുവിൻ്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചോദിച്ച പോലത്തത് നമിതയുടെ കോച്ച് ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സെർച്ചിങ് ഉണ്ടായിരുന്നു. ആ സെർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിന് അങ്ങനെ ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഇറങ്ങുന്ന സ്പോർട്സ് ഡ്രാമകളിലൊക്കെ തന്നെ ഇപ്പം തമിഴിൽ നിന്ന് വരുന്ന ഇത് ഞാൻ സ്പോർട്സ് ഡ്രാമ എന്നുള്ള കാറ്റഗറൈസ് ചെയ്യല്ല, എന്നാൽ പോലും സ്പോർട്സ് ഇൻവോൾവ് ആയിട്ടുള്ള സിനിമ ഇപ്പോൾ ലബർ പന്ത് എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിൽ റിസീവ് ചെയ്തിരിക്കുന്നു. ആ സിനിമ മൊത്തമായി സ്പോർട്സ് ഡ്രാമ അല്ലെങ്കിൽ സ്പോർട്സ് ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ സാർപ്പട്ട് പറമ്പിലെ സ്പോർട്സ് ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ ഈ സിനിമകൾക്കൊക്കെ തന്നെയും അവർ പറഞ്ഞു വയ്ക്കുന്ന അവിടുത്തെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും, അവിടുത്തെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി ഒരു സ്പോർട്സിൽ വിൻ ചെയ്യണമെങ്കിൽ ടാലന്റ് തന്നെയാണ് മാറ്റർ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാവും. കപ്പിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഫാമിലിയുടെ പൊളിറ്റിക്സ് പറയുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ അല്ലെങ്കിൽ ചോദിച്ച പോലെ ഇല്ല, ഞാൻ അതിന് ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എനിക്കത് ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു നാട് തന്നെ ഒരാളുടെ കളിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന അതൊരു പൊളിറ്റിക്സ് ആണല്ലോ. അപ്പോൾ ആ തരത്തിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. അത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരാൾക്കൊരു സിനിമ ഇഷ്ടപ്പെടാതിരിക്കാണ്ട് മാത്രം ചോയ്സാണ് അയാൾക്ക്. അതിനെക്കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് 1000 ദിവസമായാലും പടം ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും എപ്പോൾ വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെ, എന്താ പറയുക, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരിക്കലും ഒരു മോശം സിനിമേനെ എഴുതി വിജയിപ്പിക്കാനോ ഒരു നല്ല സിനിമനെ എഴുതി അല്ലെങ്കിൽ പറഞ്ഞു തോൽപ്പിക്കാനോ സാധിക്കില്ല. പിന്നെ അതിൻ്റെ പുറകിൽ നിന്നാവുന്ന വിവാദങ്ങൾ അറിയാലോ, ഓരോരുത്തർക്ക് ഓരോ സ്വഭാവമാണ്. നമ്മളിപ്പോൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ വേറെ ആൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വിഷമം വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രതികരണങ്ങളായിരിക്കും. അതിനൊന്നും മൈൻഡ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജൂഡ് സാർ, ഈ രജനീകാന്ത് സാറുമായിട്ടൊരു ഫോട്ടോയൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അത് ഒരേ സമയം മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ആദരവുമാണ്, എന്നാൽ പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റും കൂടിയാണ്. കാരണം അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച ഒരാളെ അങ്ങനെ ആദരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ, നെൽസനെ അങ്ങനെ വിളിച്ചിരുന്നു, അങ്ങനെ ലോകേഷിനെ അങ്ങനെ വിളിച്ചിരുന്നു, അങ്ങനെ വിളിക്കുന്നവരൊക്കെ ആയിട്ട് രജനീകാന്ത് സാർ പടം ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആൻഡ് ആ ഇൻറ്ററാക്ഷനിൽ അദ്ദേഹം മലയാള സിനിമയെ പറ്റിയിട്ടോ 2018 പറ്റിയിട്ടോ എന്താ പ്രിസൈസ് ആയിട്ട് പറഞ്ഞതെന്ന് ഷെയർ ചെയ്യാം. 2018 കണ്ടിട്ട് സാറ് പറഞ്ഞത് അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്, ഞങ്ങളൊരു ടാങ്ക് ഉണ്ടാക്കി ടാങ്കിലാണ് നിറച്ചത്, വീടുകൾ വരച്ചു, അങ്ങനെ ഫുൾ കഥ പറഞ്ഞു പടം ഷൂട്ട് ചെയ്തിരുന്നു. സാറ് പറഞ്ഞത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്, ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. ലൈക്കൊക്കെ ആയിട്ട് അഗ്രിമെന്റ് വന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നു, അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ എൻ്റെ സിനിമ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു കൃത്യമായിട്ട് ഇതുപോലെ സഞ്ജു ചെയ്യുന്ന പോലെ സഞ്ജു വളരെ മാന്യമായിട്ട്
എല്ലാ കാര്യങ്ങളും പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വേണ്ടി മാത്രം ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നത് എന്നറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ ഇങ്ങനെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് സോറി. മലയാളത്തിൽ ഇപ്പോൾ ചെയ്യുന്ന പടങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ബിസിനസ് കൊണ്ട് തിരക്കുകളായതാണോ സെലക്റ്റീവ് ആവുന്ന രീതിയാണോ? എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടും ഒരു വർഷം ഒരു 2 പടം 3 പടമൊക്കെ ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് സ്കൂളിങ് അങ്ങനെ പോയ സമയമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തിൽ ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് റിലീസാവുകയാണ്. നെക്സ്റ്റ് മന്ത് റിലീസുണ്ട്. പിന്നെ നല്ല സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ ചെയ്യാം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ. ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് എനിക്ക് സിനിമയില്ല അങ്ങനെ ആലോചിക്കുന്ന ഒരാളൊന്നുമില്ല. ഓഫ്കോഴ്സ് ബിസിനസ് ഉണ്ട്, അത് നോക്കുന്നുണ്ട്. സിനിമ വരുമ്പോൾ അത് സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടമുള്ള സിനിമകൾ സമയം എടുത്ത് ചെയ്യുന്നുണ്ട്. സിനിമ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഫോർ മീ ഇറ്റ്സ് എൻ ആർട്ട്. അതൊരു കലയാണ്. അത് മാക്സിമം നല്ലോണം ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇത്രയും കപ്പിൽ ഓഫ് കോഴ്സ് എനിക്ക് സഞ്ജു നറേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയലോഗ്സ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നും നമുക്ക് കേൾക്കുമ്പോൾ. സഞ്ജു എൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ടായിരുന്നു ആ കഥ നറേറ്റ് ചെയ്തത്. സ്പെസിഫിക്കലി എൻ്റെ ഡയലോഗ്സ് നറേറ്റ് ചെയ്തത്. അപ്പം എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ചില ഡയലോഗ്സ് സഞ്ജുവിൻ്റെ കഴിവാണോ എന്ന് എനിക്കറിയില്ല. ചില ഡയലോഗ്സ് പറയുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് വരും എൻ്റെ ഒരു പോർഷനിൽ. അപ്പോൾ അത് ഈ സ്ക്രിപ്റ്റിലേക്ക് എന്നെ അട്രാക്ട് ചെയ്തൊരു മെയിൻ ഫാക്ടറാണ്. പിന്നെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത് ഓരോരുത്തരുടെ പ്രോസസ്സാണ്. ഇൻ ജനറൽ ഞാൻ എങ്ങനെ ഇപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കും, ഒരു 2-3 ദിവസം ഞാൻ സമയം ചോദിക്കും. അത് കഴിഞ്ഞ് ഞാൻ മൊത്തം വായിക്കും. ഞാൻ ഐ എ റീഡർ. ഞാനത് മൊത്തം വായിച്ചു കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് അപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ സിനിമ ചെയ്യും. കാരണം ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ഓരോന്നാണല്ലോ സിനിമയെ പറ്റി. വളരെ സിമ്പിൾ പ്രോസസ്സാണ്, ഭയങ്കര ആധ്യാത്മികമായിട്ടൊന്നുമില്ല. എന്തുകൊണ്ടാണ് ബാഡ്മിൻ്റൺ? കാരണം നമ്മളൊരു ഫുട്ബോൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഓരോ പ്രേക്ഷകനും അവസാന നിമിഷം എന്ത് നടക്കുന്നു ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ഒരു ആകാംക്ഷ ഉണ്ടാവും, ഉൾത്തി ഉണ്ടാവും. അപ്പം ഇത് ബാഡ്മിൻ്റൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കപ്പ് എന്നൊക്കെ ചോദിച്ചിട്ട് എടുക്കാൻ ഒരു അങ്ങനെ സ്പോർട്സ് എടുക്കാനുള്ള കാരണം എന്താണ് ബാക്കി എല്ലാ സ്പോർട്സിനെക്കാളും? അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ സിനിമയിൽ അസിസ്റ്റ് ചെയ്ത ശേഷം ജൂഡ് സാർ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് 3 പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ ഡയറക്ടർ ആവണം എന്നുള്ളത്. ഞാനും അങ്ങനൊരു ഡിസിഷൻ എനിക്കും ഉണ്ടായിരുന്നു. തുടർന്ന് പടം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഞാൻ മറ്റൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ സിനിമ നടന്നില്ല. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി, പക്ഷെ നടന്നില്ല. പിന്നീട് ആ മുന്നോട്ട് പോയ അത്രയും നേരത്തെ കാലയളവിലെ സംഭവങ്ങളൊക്കെ ഞാൻ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഇതല്ല വേണ്ട മറ്റൊരു സബ്ജക്റ്റ്, അതായത് എന്തെങ്കിലും സ്പെഷ്യലി പറയാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മലയാളത്തിൽ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒന്നിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ എന്ന് തോന്നി. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഒരു യാത്രയുണ്ടല്ലോ, അത് ചില സമയങ്ങളിൽ ഒന്നും അതിനനുസരിച്ച് ഒത്തു വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ചേതൻ. അപ്പം ഗപ്പി സിനിമയിലെ ചേതൻ. അപ്പം ചേതനെ എനിക്ക് പരിചയമുണ്ട്. ഈ സിനിമയിൽ തന്നെ കാർത്തിക്, വിഷ്ണു അവരെല്ലാം ഗപ്പിയിൽ ഒന്നിച്ചുണ്ടായിരുന്നവർ. അപ്പം ആ തരത്തിൽ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് എനിക്ക് പരിചയമുള്ള ഒരു ആക്ടറിനെ വെച്ചൊരു സിനിമ ചെയ്യാമെന്നുള്ള തരത്തിലാണ് ഞാൻ ഈ ഒരു കഥയുടെ ഒരു വൺലൈനും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ചേതന വെച്ചുള്ളൊരു സിനിമ, അതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേണമല്ലോ എന്നുള്ള തോന്നലിലാണ് ബാഡ്മിൻ്റൺ ഞാൻ നോർമലി കളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു തോട്ടിലോട്ട് പോകുന്നത്. എന്തുകൊണ്ട് ക്രിക്കറ്റ്, ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി മലയാളത്തിൽ അത്തരം സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്പെഷ്യലി ഒന്നും കാണിക്കാൻ അതിനകത്ത് മേ ബി ഉണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാഡ്മിൻ്റണിലേക്ക് പോയി. പിന്നെ എന്നെ സംബന്ധിച്ച് മറ്റേ തൂവൽ, പറക്കുക, ഉയരുക ഇങ്ങനെയുള്ള വേർഡ് പോലും എനിക്ക് ഭയങ്കര ഫീല് തരുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ബാഡ്മിൻ്റണിലേക്ക് എത്തുന്നു. അപ്പം ചേതനമായിട്ടാണ് ഞാനിത് ചേതനൊപ്പം ഒരു സിനിമ ചെയ്യണം. അത് ഇന്നും എൻ്റെ ഒരു ഡ്രീമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ചേതനമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ നിന്ന സമയത്ത് അത് നടന്നില്ല. അത് വേറൊരു കാരണം കൊണ്ടൊന്നും നടന്നില്ല. അപ്പം ചേതനം ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റായിരുന്നു. ചേതനം ചെയ്യാൻ പറ്റിയില്ല ആ സാഹചര്യത്തിൽ. അങ്ങനെ വന്നപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഒരു പടം ഇറങ്ങിയിട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ട് നടക്കാതെ വരികയും വീണ്ടും ഗ്യാപ്പ് വരുന്നത് കൊണ്ട് എനിക്ക് ഇമ്മീഡിയറ്റ്ലി അത് ചെയ്യുകയും വേണം. ആ സമയത്ത് ആരാണ് ഇനി ചെയ്യാം എന്നുള്ള തരത്തിൽ ചിന്തിച്ചപ്പോഴാണ് മാത്യുവിലോട്ട് ചിന്തിക്കുന്നത്. കാരണം അതുവരെ മാത്യുവിനെ ചിന്തിക്കാത്തത് എനിക്ക് ചേതന വെച്ച് ചെയ്യണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട്
ദെൻ മാത്യുവിൻ്റെ അടുത്ത് ഉടനെ എനിക്കൊന്ന് ചേതൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഉടനെ തന്നെ മാത്യുവിലോട്ട് പോയതാണ്. മാത്യു ഇപ്പം ഇമ്മീഡിയറ്റ്ലി ഒരു 2 ദിവസത്തിനുള്ളിൽ യെസ് പറയുകയും പിന്നീട് അങ്ങനെ മൂവ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് സ്പെഷ്യലി എന്ത് കാണിക്കാം എൻ്റെ ആദ്യ സിനിമയിലേക്ക് എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ബാഡ്മിൻ്റൺ വന്നത്. ജൂഡിൻ്റെ തന്നെ 4 സിനിമകളിലെ 3 സിനിമകളും സ്ത്രീകളെ പറ്റിയാണ്. അപ്പോൾ ഈ മലയാള സിനിമ ഇപ്പോൾ ഏറ്റവും വിപ്ലവകരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചർച്ചയാവുന്നത് സ്ത്രീ സുരക്ഷ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ കണ്ടെത്തലുകളുടെ ആളുകളിലേക്ക് എത്തുമ്പോൾ സിനിമകൾ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പോലും സിനിമാക്കാരോട് അല്ലെങ്കിൽ സിനിമയിൽ മേഖല വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് അവരുടെ സ്വഭാവശുദ്ധിയെപ്പറ്റി ആളുകൾക്ക് സംശയങ്ങളുണ്ട്, ആളുകൾക്ക് അരക്ഷിതാവസ്ഥയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാവി എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരിവർത്തനം എന്തായിരിക്കും എന്നാണ് ജൂഡ് ആൻ്റണി എന്ന വ്യക്തി സിനിമാക്കാരൻ വിശ്വസിക്കുന്നത്? ഇതിലങ്ങനെ പരിവർത്തനം സ്വയമേ ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരു ആളുകൾക്ക് വന്ന് ഒരു അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു ബോധമില്ലാത്ത ആളുകളല്ല സിനിമ ഇൻഡസ്ട്രിയിലുള്ളത്. അവർക്ക് സ്വയം അറിയാം. ഈ പറഞ്ഞ പോലെ പഴയ ഞാൻ വരുന്നതിന് മുമ്പുള്ള കഥകൾ എനിക്കറിയില്ല. ഞാൻ അസിസ്റ്റൻ്റായിട്ട് വന്ന കാലം മുതൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ രീതിയിൽ ഒരാൾ സംസാരിച്ചാൽ അപ്പോൾ തന്നെ സ്പോട്ടിൽ മറുപടി കിട്ടുന്ന തരത്തിലുള്ള സ്ത്രീകളായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ പടത്തിൽ വർക്ക് ചെയ്ത ആരായാലും, ഇപ്പം എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന നസ്രിയ ആയാലും, അപർണ ബാലൻ, മുരളി അന്നാബൻ, അല്ലെങ്കിൽ തൻവീറാം, അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ആളുകളാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല. അതിനർത്ഥം ഇല്ല എന്നല്ല, ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിശുദ്ധീകരണം അല്ലെങ്കിൽ നവീകരണം എന്ന് പുറത്തുനിന്ന് ആൾ ചെയ്യേണ്ട ആവശ്യമില്ല. സ്വയം എല്ലാവരും തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കിട്ടേണ്ട ഗതികേട്ടിലൊന്നും ആരും ഉണ്ടാവില്ല. അതാരും സിനിമയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടൊന്നുമില്ല. പിന്നെ പണ്ട് ചെയ്തിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാനിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിലൊരു ആണിനെ മെയിൻ ഹൈലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അങ്ങനെ ഒന്നും ഞാൻ എൻ്റെ അടുത്ത് ധന്യവർമ്മ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാറാസില. അപ്പോൾ ശരി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ശരിക്കും ആളായിട്ട് കാണുന്നതുകൊണ്ടാണ് എന്താ പറയുക ഒരു 2 പക്ഷമായിട്ട് നിൽക്കാത്തത്. നിങ്ങൾ ഒരാളുടെ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത് സ്ത്രീയാണോ പുരുഷനാണോ നോക്കുന്നില്ല, അവർ ഒരു വ്യക്തിയായിട്ട് കാണുക എന്ന് പറഞ്ഞ പോലെ. ഫസ്റ്റ് പടം ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ കഥയാണ് ഇഷ്ടപ്പെട്ടത്. പൂജ മാത്യു എന്നുള്ളൊരു കുട്ടിക്ക് തോന്നുന്ന ഒരു ഇഷ്ടം, അവൾക്ക് ആ ഒരു സ്റ്റോറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്ന് മുത്തശ്ശികതയായാലും എനിക്കൊരു പ്രായമുള്ളൊരു അമ്മച്ചിക്ക് കുറേ ആഗ്രഹങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹം, അത് എനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ്. സാറാസായാലും എന്താ പറയുക, ഒരു കുട്ടിക്ക് അവളുടെ ശരീരത്തിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം തോന്നുന്നൊരു കഥയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2018 എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ട് എനിക്ക് തോന്നിയൊരു കഥയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് കഥകളാണ്, അല്ലാതെ ഇന്ന ആളെ വെച്ച് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടുള്ളൂ. ഇപ്പോൾ നമുക്കെന്നെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, ലാലേട്ടനെ സിനിമ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കാൻ നോക്കാറില്ല. കഥകൾ ഞാൻ അന്വേഷിക്കും, അതിനകത്ത് ഇവർ പറ്റുമെന്ന് നോക്കുന്നതല്ലാതെ അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ സ്ത്രീപക്ഷ സിനിമകൾ എന്ന് നിങ്ങൾ പറയുന്ന സിനിമകൾ സംഭവിച്ചു പോകുന്നത്. അതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആരെയും അങ്ങനെ എന്താ പറയുക ദ്രോഹിക്കാനോ നന്നാക്കാനോ ഒന്നും ഞാനായിട്ടൊന്നും ചെയ്യാറില്ല, സിനിമകൾ ചെയ്യാറില്ല. പിന്നെ പരിവർത്തനമൊക്കെ സ്വയം എല്ലാ മേഖലകളിലും സ്വയം ശുദ്ധീകരണം ഉണ്ടാവുന്നുണ്ട് എല്ലായിടത്തും. നമ്മളത് പ്രത്യേകിച്ചൊരു ടീം പുറത്തുനിന്ന് ചെയ്യേണ്ട ജോലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡെബ്യൂട്ട് മൂവിയാണ്. സോ ഇതിൽ തുടങ്ങുന്നു എൻ്റെ സിനിമ രംഗത്ത് വളർച്ചയും പരിപാടിക്കുക. അപ്പം അതുകൊണ്ട് മാക്സിമം പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ളത് വലിയ നീഡായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതൊരു ഓണം കഴിഞ്ഞുവെങ്കിൽ പോലും ആ ഒരു കാലഘട്ടമാണ്. സോ സിനിമകൾ കുറച്ചുകൂടെ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ആസിഫ് അലിയുടെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത് കാണുമ്പോൾ കണ്ടന്റിന് കുറച്ചുകൂടെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വളരെയധികം ഉണ്ട്. അപ്പം അതുപോലെ ആ ഒരു കോൺഫിഡൻറ്റും ഉണ്ട്, കണ്ടന്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള. അപ്പം തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളത് ഹാപ്പി ആക്കും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ്. അത്രയും. താങ്ക് യു.